ഹലോ മൈ ഡിയേഴ്സ്, ഈ ഒരു ഗുഡ് നൈറ്റ് നിങ്ങളുടെ ലവ് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രാത്രിയിൽ നിങ്ങളുടെ ലവ് എനർജി, നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൻ്റെയും ലവ് എനർജി, അത് എന്താ പറയുക, ദാമ്പത്യ ജീവിതത്തിലുള്ളവരുടെയും ഇതിൽ കാണാട്ടോ. കാരണം ഹസ്ബൻഡും വൈഫും ആയിരിക്കുമ്പോൾ അവരുടെ ഇടയിലും നല്ല ലവ് ആണ് വേണ്ടത്. പക്ഷെ മിക്ക കുടുംബങ്ങളിലും ഇന്നത് കാണുന്നില്ല കേട്ടോ. അപ്പം നമുക്കത് നോക്കാം. ലവ് എനർജി നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ലവ് എനർജി എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ അതിന് ഏഞ്ചൽ കാർഡാണ് എടുക്കുന്നത്, മാലാക്കന്മാരുടെ കാർഡാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമുക്ക് കാർഡിലേക്ക് പോയാലോ. 1 കാർഡ് സ്പ്രെഡാണേ. ഇത് ഏഞ്ചലിക് കാർഡ് എന്ന് പറയും. ഏഞ്ചൽ നിങ്ങളോട് പറയുന്ന സന്ദേശമാണ് ഈ കാർഡിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണ് നിങ്ങളുടെ ആ ബന്ധത്തിൻ്റെ എനർജി എന്നുള്ളത് ഏഞ്ചൽ പറയുന്നതാണ്. ഇതിൽ ഏഞ്ചൽ ഡയറക്റ്റ് നമ്മളോട് പറയുന്ന പോലെയാണ്. കോംപ്രമൈസ്, ഇത് കാണിച്ചിട്ടുള്ളത് കോംപ്രമൈസ് ആണ്. നമ്മളുടെ റിലേഷൻഷിപ്പിൽ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കണം. അല്ലാതെ ഞാൻ പറയുന്നത് മാത്രം ശരി, നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റ്, അങ്ങനെയുള്ളതല്ല. നമ്മൾ ഏതൊരു ബന്ധമായാലും അത് മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ കുറേയൊക്കെ കോംപ്രമൈസ് ചെയ്യണം. അല്ലാതെ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാവണം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്, ഗോഡ് ബ്ലെസ് യു. പിന്നെ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് റീഡിങ്ങിനും ലവ് റീഡിങ്ങിനും നമ്മളുടെ വാട്സപ്പുമായി ബന്ധപ്പെടുക. എല്ലാ തരത്തിലുള്ള കാർഡ് ഉപയോഗിച്ച് നമ്മൾ റീഡിങ് നടത്തുന്നതാണ്. അതിനൊരു ഫീസ് വരുന്നുണ്ട്. ആവശ്യമുള്ളവരെല്ലാം ബന്ധപ്പെടുക. താങ്ക് യു ഓൾ.